ഹെറോദസ് എന്ന രാജാവുണ്ടായിരുന്നു, ബെത്ലഹേം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം മാത്രമേ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നുള്ളൂ. വെറും ജഡികമായ രീതിയിൽ മാത്രം ക്രിസ്തുമസിനെ ആഘോഷിക്കുമ്പോൾ ഞാനും അറിയാതെ പറയുകയാണ്, ക്രിസ്തു വെറും ഒരു മനുഷ്യനാണ്. എല്ലാവർക്കും ക്രിസ്തുമസിന്റെ 1000 മംഗളങ്ങൾ. സത്യത്തിൽ എല്ലാ മനുഷ്യരും ക്രിസ്തുമസ് ആഘോഷിക്കും. കാരണം ക്രിസ്തുവിന്റെ വ്യക്തിത്വം അത്രയും ഉന്നതമാണ്. ആർക്കാ ക്രിസ്തുവിനെ നിഷേധിക്കാനായിട്ട് പറ്റുക? ലോക ചരിത്രത്തെ രണ്ടായി കീറി മുറിച്ച വ്യക്തി, ലോകത്തിന് ഏറ്റവും ഉന്നതമായ ധാർമ്മികത നൽകിയ വ്യക്തി, എങ്ങനെ ആ വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാൻ പറ്റും? പക്ഷേ ഒരു കത്തോലിക്കനെ സംബന്ധിച്ച്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് സീറോ മലബാർ സഭയിലെ അംഗങ്ങളെങ്കിലും നോമ്പെടുക്കുന്നത്. 25 നോമ്പെടുത്തു ക്രിസ്തുമസിനായിട്ട് ഒരുങ്ങുകയാണ്. കാരണം ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് നൂറ്റാണ്ടുകളിലൂടെ തന്നെ സ്വീകരിക്കാനായി ഒരു ജനത്തെ ഒരുക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈശോ ദൈവമായതുകൊണ്ടാണ് അവൻ്റെ ജന്മദിനം ആഘോഷിക്കുക. ആ ജന്മദിന ആഘോഷത്തിൽ അവൻ ദൈവമാണെന്ന് എന്താണ് തെളിവ്? ഈശോയുടെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലെ രേഖകളല്ലാതെ അധികം രേഖകളൊന്നും നമുക്ക് ഇല്ല. അതേസമയം ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് മറ്റു രേഖകളിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഏറ്റവും ലളിതമാക്കി പറഞ്ഞാൽ, ഹെറോദസ് എന്ന രാജാവുണ്ടായിരുന്നു, ബെത്ലഹേം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം മാത്രമേ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നുള്ളൂ. അതിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു ദൈവമാണെന്നുള്ള തെളിവ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണും, ഈശോ മിശിഹായുടെ വംശാവലി വിവരണത്തിലുണ്ട്. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ കൃത്യം വായിക്കുന്നു, യൗസേപ്പിന്റെ മകനായി ഈശോ ജനിച്ചു എന്ന് പറയുന്നില്ല, അവളിൽ നിന്ന്, മറിയത്തിൽ നിന്ന് ഈശോ ജനിച്ചു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഈശോ കന്യകയിൽ നിന്ന് ജനിച്ചു എന്നാണ്. യൗസേപ്പ് പിതാവിനെ സ്വപ്നത്തിലൂടെയാണ് ഈ സത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതും ഈശോ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അതുപോലെ മാതാവ് കന്യകയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. മാതാവ് കന്യകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈശോ ദൈവമായിരുന്നു. യൗസേപ്പ് പിതാവ് ബ്രഹ്മചാരിയും മാതാവ് കന്യകയും അല്ല എങ്കിൽ ഈശോ ദൈവമല്ല. അതുകൊണ്ട് ഈശോ ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവ് മാതാവ് കന്യകയാണ് എന്നുള്ളത് തന്നെ. അതേസമയം മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നക്ഷത്രം ഒരു വലിയ അടയാളമായിരുന്നു. അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ മാലാഖമാരുടെ സ്വർഗീയ ഗീതം, അത് ലൂക്കാസ് സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഓർക്കുക, ഈശോയുടെ ജനനത്തെക്കുറിച്ച് സുവിശേഷകനായ മർക്കോസും യോഹന്നാൻ ശ്ലീഹായും എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം ചരിത്രത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നൽകുക എന്നുള്ളതല്ല, മറിച്ച് ഈശോ ദൈവമാണെന്ന് പറയുക എന്നുള്ളതാണ്. അതിനാണ് പ്രാധാന്യം. മാത്രമല്ല, ഈശോയുടെ ജനനത്തെക്കുറിച്ചൊക്കെ എഴുതിയത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ കർത്താവ് ദൈവമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് കഴിഞ്ഞുപോയ ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഉത്ഥാനം ചെയ്ത ഈശോ ദൈവമാണെന്നുള്ള സത്യമാണ് കർത്താവിൻ്റെ ജനനത്തിലെ ഈശോയുടെ ദൈവികതയുടെ തെളിവായിട്ട് നമ്മൾ കാണേണ്ടത്. ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ യോസേപ്പ് പിതാവിനും അറിയാൻ പോകുന്നില്ല, മാതാവിനെ അറിയാൻ പോകുന്നില്ല, ബെത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജനിച്ച ആരറിയാൻ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈശോ ദൈവമാണെന്ന്
ഉത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ഈശോ ദൈവമാണെന്ന് ഉത്ഥാനത്തിലൂടെ തെളിയിക്കപ്പെട്ടുവെന്ന് ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്നത്തെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവർ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഭീകരരെ, അവരൊക്കെ അന്വേഷിക്കുന്നത് ക്രിസ്തു ദൈവമാണോ എന്നുള്ളതാണ്. അതിന് തെളിവ് ശാസ്ത്രമാണ്. എന്താണ് ശാസ്ത്രം തെളിഞ്ഞ് പറയുന്നത്? കർത്താവിൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയിലൂടെ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്, ഇത് സത്യമായും കഠിനമായിട്ട് പീഡകൾ സഹിച്ച, മരിച്ച, ഉത്ഥാനം ചെയ്ത ഒരു വ്യക്തിയുടെ കച്ചയാണ്. അതാരുടേതാ? ഈശോ മിശിഹായുടെ. കാരണം അവൻ ഉത്ഥാനം ചെയ്തു. അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ ഉണ്ടായ ആ പ്രകാശത്തിലാണ് ആ തുണിക്കച്ചയിൽ തൻ്റെ പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങൾ, മരണത്തിൻ്റെ അടയാളങ്ങൾ പതിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ കന്യകയിൽ നിന്നാണ് ഈശോ ജനിച്ചതെന്ന് വീണ്ടും ശാസ്ത്രം എന്ന് തെളിയിച്ചിട്ടുള്ള സത്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. അത് പരിശുദ്ധ കുർബാനയുടെ അത്ഭുതത്തിലൂടെയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ രൂപാന്തരപ്പെട്ട മാംസരക്തങ്ങൾ ശാസ്ത്രീയമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്, ആ മാംസത്തിലെ പുരുഷന്റെ അംശമില്ലെന്ന്. അപ്പോൾ കർത്താവിൻ്റെ കന്യക ജനനം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതുകൊണ്ട് മാത്രമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉത്ഥാനത്തിന് ശേഷം മാത്രമാണ് ഈശോയുടെ ജീവചരിത്രത്തെ വീണ്ടും വായിച്ചുകൊണ്ട് ഈശോ കന്യകയിൽ ജനിച്ചു എന്നുള്ളത് തെളിയിക്കപ്പെട്ടെങ്കിൽ ശാസ്ത്രത്തിൻ്റെ തെളിവിൻ്റെ മുമ്പിൽ ഈശോ ദൈവമാണെന്ന് അംഗീകരിച്ച് മതിയാവും. അതുകൊണ്ട് ക്രൈസ്തവരായി നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോയുടെ ജനനദിനം, ക്രിസ്തുമസ് ദിനം, അത് ഇന്ന് പഠനങ്ങളിലൂടെ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി ദൈവത്തിൻ്റെ ജനനത്തെയാണ് ആഘോഷിക്കേണ്ടത്. അത് ലോകത്തിൻ്റെ രീതിയിലല്ല. ലോകത്തിൻ്റെ രീതിയിലെ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും ആഘോഷങ്ങളിൽ നശിപ്പിക്കാനുള്ളതല്ല ദൈവത്തിൻ്റെ ജന്മദിനം. ലോകം അങ്ങനെ ആഘോഷിക്കുമായിരിക്കും. ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവരും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നവരും ആ ദൈവികതയെ നശിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്തുമസ് ദിനത്തെ വെറും ആർഭാട ആഘോഷങ്ങളാക്കി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാംസദാഹത്തിൻ്റെയും ആഘോഷങ്ങളാക്കി തരം താഴ്ത്തുമ്പോൾ ക്രൈസ്തവരായി നമ്മൾ ഓർത്തിരിക്കണം, അല്ല, ഞാൻ ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ ജന്മദിനമാണ്. അത് ഒരു സുവിശേഷ പ്രഘോഷണ സമയം കൂടിയാണ്. ആത്മീയമായ ആഘോഷങ്ങളിലൂടെ മാത്രം ക്രിസ്തുമസിനെ ആഘോഷിച്ചുകൊണ്ട് ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിക്കാതെ വെറും ജഡികമായ രീതിയിൽ മാത്രം ക്രിസ്തുമസിനെ ആഘോഷിക്കുമ്പോൾ ഞാനും അറിയാതെ പറയുകയാണ്, ക്രിസ്തു വെറും മനുഷ്യനാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ വെളിച്ചത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സത്യത്തിൻ്റെ മുമ്പിൽ ക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുമസ് ആഘോഷത്തെ ആത്മീയമായ ദൈവികമായ അവസരങ്ങളാക്കി മാറ്റിയെടുക്കുവാനും ആ ആഘോഷങ്ങളിലൂടെ ക്രിസ്തു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ. ആമേൻ.